യെസ് കം ഇൻ. വരൂ 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 വരൂ, കടന്നു വരൂ. വരൂ വരൂ. അങ്ങനെ ഒരു രോഗിയെ കിട്ടി. ഇന്നത്തെ ദിവസം കൊള്ളാൻ തോന്നുന്നു. അല്ലാ കാത്തു രക്ഷിക്കണേ. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ വൈറസ് അല്ലേ? ക്യാൻസർ. ക്യാൻസർ. ക്യാൻസറോ? ഓ, എന്ത് അനാവശ്യം ഉണ്ടോ ഈ പറയുന്നത്? ക്യാൻസറോ? എന്ത് അനാവശ്യം? പുറത്ത് ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കണ് ഡോക്ടർ ക്യാൻസർ എന്ന്. എടോ, എന്റെ പേര് സി അൻസാർ എന്നാണ്. ഇടയ്ക്കുള്ള കുത്തു മാറ്റവുമായതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ കയറി ക്യാൻസർ എന്ന് വായിക്കുന്നത്. അതൊക്കെ പോട്ടെ, തന്റെ അസുഖം എന്താണ് പറഞ്ഞേ? എനിക്ക് വല്ലാത്ത മറവിയാ. മറവിയോ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? കൊറേ നാളായി. എന്ത് പറഞ്ഞാലും മറന്നുപോകും. എന്താണ് മറന്നുപോയത് ഇപ്പോ? ഓ, എന്താണ് ഇപ്പൊ മറന്നുപോയതെന്ന്? ഇപ്പോഴോ? ഞാൻ പറഞ്ഞോ? നിങ്ങളൊന്നും പറഞ്ഞില്ലേ? അതും ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഷ്ടം തന്നെ. അത് പോട്ടെ, നിങ്ങൾ വിവാഹിതനാണോ? ഞാൻ പിന്നെ വിവാഹിതനാ. ശരി, എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികളുണ്ട്. 8 കുട്ടികളോ? അത് ഭയങ്കര അത്ഭുതമാണല്ലോ. എടോ, ഇന്ത്യയിൽ കുടുംബാസൂത്രണം ഇത്രയും സെറ്റപ്പ് ഉള്ളപ്പോ തനിക്ക് ആ കുടുംബാസൂത്രണം ചെയ്തുകൂടായിരുന്നോ? കുടുംബാസൂത്രണോ? അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാ. എന്നിട്ട് ഈ ഫ്രീ ആയിട്ട് ബക്കറ്റും സാരിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാനും നമ്മളെ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് കുടുംബാസൂത്രണ മേളയ്ക്ക്. എന്നിട്ട് എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് കിടത്തി. എന്നിട്ട് നഴ്സുമാര് പറയുവാ. എന്ത് പറഞ്ഞു? ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആദ്യമായിട്ടല്ലേ, ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്ന്. അതൊക്കെ പറയുന്ന അവരുടെ ഒരു കടമയല്ലേ? അവരുടെ കടമയെ കുടുമയെ എനിക്കതൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇറങ്ങി ഓട്ടം വെച്ചു കൊടുത്ത്. എന്തിനാണോ ഉടങ്ങിയത്? നല്ലൊരു ചാൻസ് കിട്ടിയത് തനിക്ക് അപ്പൊ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? എന്തോന്ന് ചെയ്യാൻ? ഈ പറഞ്ഞ മാതിരി വാസട്ടമി. അവര് പറഞ്ഞത് എന്റെ അടുത്തല്ല നഴ്സന്മാര്, പിന്നെ എന്നെ ചെയ്യാൻ വന്ന ഡോക്ടറെ അടുത്താ പറഞ്ഞത്. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ, ആദ്യമായിട്ടല്ലേ, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോളാം. അതൊക്കെ പോട്ടെ, ഇപ്പൊ തനിക്ക് എന്താ വേറെ അസുഖം ഉള്ളത്? ഇപ്പൊ എനിക്ക് ഒന്നും പറയേണ്ടത്. എനിക്കിപ്പോ ചെവിയേക്കാൻ വയ്യ. എന്റെ വയറ്റിനകത്തൊരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക. വയറ്റിനകത്ത് ട്രെയിൻ ഓടുന്നു? ഇത് കാരണം കിടന്നുറങ്ങാൻ നിവർത്തിയില്ല എനിക്ക്. നോക്കട്ടെ. ഇതിനകത്ത് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്ക്. ഒരു ശബ്ദവും കേൾക്കുന്നില്ലേ? ഇല്ല. അയ്യോ, എന്നാ പിന്നെ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിക്കാണും. എന്തുവാണോ ഈ പറയുന്നത്? അത് പോട്ടെ, എനിക്ക് വേറെ രോഗികളുള്ള. തനിക്ക് വേറെ വല്ല അസുഖം ഉണ്ടോ? വേഗം പറഞ്ഞോ. തലവേദന ഉണ്ടോ? ഈ അസുഖത്തിന് ആദ്യം മരുന്നതാ. അതാ ഞാൻ ആദ്യം നോക്കിക്കോട്ടെ. എടോ, തന്റെ അസുഖം എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താണെന്നറിയാ? തന്റെ കുടല് മറിഞ്ഞു കിടക്കേണ്ടേട്ടാ. കുടല് മറിഞ്ഞു കിടക്കണേ. ഡയബറ്റിക് സ്നോ സ്നീക്കർ എന്നാണ് ഇതിന്റെ പേര്. പിടിച്ചു നോക്കിയേ. അതുപോലെ താൻ ഇടയ്ക്ക് തലവേദന കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? തലവേദന. തനിക്ക് തലവേദന ഉണ്ടോ? ഇതും കൂടെ ഉണ്ട്. എനിക്ക് എത്ര അസുഖം ഉണ്ടെന്നറിയോ? പേടിക്കണ്ട, എനിക്കും തലവേദന ഉണ്ട്. തലവേദനയ്ക്ക് പറ്റിയ ഒരു ഓയിന്റ്മെന്റ് എന്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ വീട്ടിൽ പോയിട്ട് ഇളം ചൂട് വെള്ളത്തിൽ ഞാൻ അങ്ങ് കുളിക്കും. എന്നിട്ട് എന്റെ ഭാര്യയുടെ മടിയിൽ ഞാൻ ഇങ്ങനെ കിടക്കും. അപ്പൊ അവൾ ഈ ലേപനം അവളുടെ മൃദുലമായ കൈ കൊണ്ടെടുത്ത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവും. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും തലവേദന പമ്പ കിടക്കും. വെച്ചോ, കൊണ്ട് വളരെ ഉപകാരം. അപ്പോഴേ ഞാൻ ഇതും കൊണ്ടെങ്കിൽ വീട്ടിൽ പോയി ഇതങ്ങ് കൊടുത്താ മതി. എന്നിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കും. എന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടന്നാ മതി. ആ മൃദുലമായ കൈ കൊണ്ട് തടവുമ്പോ തലവേദന പോകും. തലവേദന പമ്പ കിടക്കും. അപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ കാണുമോ? ആര് കാണുമോ? മറ്റേ കക്ഷി ആര്? സാറിന്റെ ഭാര്യ. എന്റെ ഭാര്യ? അയ്യോ, ഓരോ പാർട്ടികൾ ഇറങ്ങണ്ട. എന്റെ ഭാര്യ അവന്റെ തലയിൽ തേച്ചു കൊടുക്കണം പോലെ തലവേദന റാസ്കൽ. എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞ? ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ എനിക്ക് പറ്റില്ലേ? അയ്യോ, അതിനിങ്ങനെ നിലവിളിക്കേണ്ട കാര്യമില്ല. 3 വർഷത്തിന് മുമ്പ് ഇതൊരു ഗർഭിണി കരഞ്ഞോണ്ട് വന്നു, ആംബുലൻസിൽ വെച്ച് പ്രസവിച്ചു. എന്നാലും എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, നിങ്ങൾ ഇങ്ങനെ കരയാതെ. 2 വർഷത്തിന് മുമ്പ് ഒരു ഗർഭിണി ഇതുപോലെ കരഞ്ഞോണ്ട് വന്നിട്ട് ലിഫ്റ്റിൽ കിടന്ന് പ്രസവിച്ചു. ഓ എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ വന്നു ഗർഭിണിയായിട്ട്. അവര് ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ നടയിൽ കിടന്ന് പ്രസവിച്ചു. എന്റെ ഡോക്ടറെ, എനിക്ക് ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? അയ്യോ, കഴിഞ്ഞ 3 വർഷമായിട്ടും ഈ ആംബുലൻസിലും ഈ വരാന്തയിലും ഈ പടിക്കെട്ടിലും പ്രസവിച്ചിരുന്ന സ്ത്രീ ഞാനാടോ? അതുകൊണ്ടാ ചോദിക്കണത്. എനിക്ക് ഇപ്രാവശ്യമെങ്കിലും ബെഡിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റില്ലേ? പറ്റും. വേഗം പോക്കോ. ഇവരെ ബെറ്റി കിടത്തിക്കോ. ഇപ്രാവശ്യമെങ്കിലും ബെറ്റി കിടത്തി പ്രസവിക്കണം. അയ്യോ അല്ലാ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്.
താൻ എവിടത്തെ ഡോക്ടറാണോ? ആരാ? താൻ എവിടുന്നാണ് MBBS എടുത്തത്? എന്ത് പറ്റി? എടോ 6 മാസം മുമ്പ് തന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നില്ലേ? വന്നു. 6 മാസം മുമ്പ് വന്നല്ലേ? എന്നെ അറിയാലോ. അറിയാം. അപ്പൊ താൻ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. എടോ എന്നാലേ എന്റെ ഭാര്യ 2 മാസം ഗർഭിണിയാ. ഒരിക്കലും സംഭവിക്കില്ല. എടോ എന്റെ ഭാര്യയുടെ യൂറിയയും ബ്ലഡും ഒക്കെ വേറൊരു ഡോക്ടർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാ. ഒരിക്കലും ശരിയാവില്ല. 2 മാസം ഗർഭിണിയാ. ഒരിക്കലും സാധ്യമല്ല ഗർഭിണിയാവാൻ. തന്റെ പ്രാക്ടീസ് നിർത്തും. എന്റെ ഭാര്യ ഗർഭിണിയാ. തന്റെ കണ്ടുപിടുത്തമൊക്കെ തെറ്റിപ്പോയി. ഇല്ല, എന്റെ കണ്ടുപിടുത്തം തെറ്റത്തില്ല. മെഡിക്കൽ സയൻസിന് ഒരിക്കലും തെറ്റു പറ്റത്തില്ല. തനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. ഞാനൊരു സംഭവം പറയാം, ഇയാൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാമോ? സംഭവം? അതെ. അതായത് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, കാർഗില് അപ്പൊ പഞ്ചാബിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു, ദർബാറാ സിംഗ്. തികഞ്ഞ രാജ്യസ്നേഹി. അയാള് തന്റെ കരിമ്പിൻ തോട്ടത്തിൽ ഇങ്ങനെ വളവിട്ടുകൊണ്ട് നിൽക്കുമ്പോ ശത്രുവിന്റെ വിമാനം ഇങ്ങനെ പോകുന്നു. ശത്രുവിന്റെ പാകിസ്ഥാന്റെ വിമാനം വരുന്നു. ദർബാറാ സിംഗിന്റെ രാജ്യത്തിനോടുള്ള സ്നേഹം ആഞ്ഞു മനസ്സിൽ പ്രകടമായി. ഒന്നും ചെയ്യാൻ തീരുമാനിക്കാതെ ഒരു കരിമ്പ് വലിച്ചൂരി ആ വിമാനത്തിന് നേരെ ഒറ്റയേറ് കിടക്കുന്ന വിമാനം തകർന്ന അപ്പുറത്ത്. എന്തോ ദർബാറാ സിംഗ് കരിമ്പ് വലിച്ച വിമാനത്തിന് നേരെ എറിഞ്ഞപ്പോ വിമാനം താഴെ വീണു. ഒരിക്കലും നടക്കില്ല. ഇത് നടന്ന സംഭവമാണ്. എടോ എന്ത് രാജ്യസ്നേഹമാണെങ്കിലും കരിമ്പ് 10 അടി പോലും പൊങ്ങൂല, എന്നിട്ട് വിമാനം താഴെ വീണെന്നോ? 100% സത്യം. അള്ളാണ് സത്യം. എന്നാലേ ഡോക്ടറെ ഞാൻ പറയട്ടെ, എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അറിയാമോ? എന്തായിരുന്നു നടന്നിട്ടുള്ളത്? അതായത് ഈ ദർബാറാ സിംഗ് ഈ കരിമ്പെടുത്ത് വലിച്ചെറിയുന്ന അതേ നിമിഷം തന്നെ നല്ലതുപോലെ വെടിവെക്കാൻ അറിയാവുന്ന വേറെ ഏതെങ്കിലും പട്ടാളക്കാരൻ ഈ വിമാനത്തിനെ വെടിവെച്ചിട്ട് കാണും. പാവം ദർബാറാ സിംഗ് വിചാരിച്ചു കരിമ്പ് കൊണ്ടാണ് വിമാനം താഴെ വീണത്. യഥാർത്ഥത്തിൽ ഈ പട്ടാളക്കാരൻ വെടിവെച്ചിട്ടാ വിമാനം താഴെ വീണത്. സുഹൃത്തെ, ഇത് തന്നെയാണ് തന്റെ ജീവിതത്തിലും സംഭവിച്ചത്. Dear KDs and Mendelman. KDs അല്ല, ladies and gentlemen. ഇവിടെ കൂടിയ കിടന്ന് മൊത്തം KDs മെന്റൽമാൻമാരും പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദി സംഘടനയുടെ 1ാമത് വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൻ പുറത്തിലെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നിരീശ്വരവാദി സംഘടന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൾ കേരള നിരീശ്വരവാദി സംഘടനയുടെ പ്രസിഡന്റും രക്ഷാധികാരിയുമായ AK ഭക്തവത്സരൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധ്യക്ഷത നിർവഹിക്കാം എന്നേറ്റിരുന്ന ഹരിഹരസുധൻ അദ്ദേഹത്തിന്റെ ദൈവമില്ല എന്ന പുസ്തകത്തിന്റെ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി 41 ദിവസത്തെ വ്രതം നോറ്റ് കെട്ട് നിറച്ച ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് സാധിച്ചിട്ടില്ല. അത് താൽക്കാലികമായിട്ട് നമ്മുടെ സ്വാമി ഇവിടെ തികച്ച ഈശ്വരവിശ്വാസി ആയിരുന്നിട്ട് പോലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിരീശ്വരവാദിയായി തീർന്ന നമ്മുടെ സ്വാമി ശ്രീ രഹസ്യാനന്ദ തിരുവടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിയെ, ഇത് ഉറക്കം തൂങ്ങാതെ ഇങ്ങോട്ട് കേഴുവാ. രേമ്പകം വിട്ടാടാ. സ്വാമി കുറെ നാളായിട്ട് ഇങ്ങനെ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എന്താ കാരണം എന്ന് വെച്ചാൽ ഈശ്വരനുണ്ടോ? ഈശ്വരനുണ്ടോ? ഈശ്വരനെ കണ്ട ഈശ്വരനില്ല. ഇല്ല. നമ്മളിവിടെ നിരീശ്വരവാദികൾ സംഘടന ആരംഭിച്ചിരിക്കുന്നത് എന്തിനാ? ഈശ്വര വിശ്വാസികളെ വെല്ലുവിളിക്കാൻ. ഈശ്വരനില്ല. ഇല്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈശ്വരനില്ല. ഞാൻ ഈ മുമ്പൊക്കെ കാവ്യൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി രാവിലെ ഈ ഋഷികേശിലും പിന്നെ ഹരിദ്വാരയിലും ഒക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്, പോണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ. ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള ദൈവത്തിനെയൊക്കെ വിളിച്ച് 24 മണിക്കൂറും അമ്പലത്തിലും ഒക്കെ ആയിട്ടൊക്കെ വീട് പോലും നോക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്റെ മൂത്ത പെങ്ങടെ കല്യാണം വന്നിട്ട് 20,000 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ഉള്ള അമ്പലത്തിന്റെ വാതിക്കലും അവിടെ ഇവിടെ ഒക്കെ തന്നിട്ട് ദൈവത്തിനെയൊക്കെ വിളിച്ച് ഉള്ള ശയനപ്രസനം ഒക്കെ ചെയ്തിട്ട് ഒരു ദൈവം തന്നില്ല എനിക്ക്. 20,000 രൂപ കിട്ടി. 20,000 രൂപ കിട്ടിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്യാനാ, അറ്റ കൈ പ്രയോഗിച്ച് അങ്ങനെ നമ്മുടെ ഭണ്ഡാരം കുത്തി പൊട്ടിച്ച്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് പൊട്ടിച്ചത്, സാധനമൊക്കെ എടുത്ത് പോകാൻ പോയപ്പോഴത്തേക്ക് കുറെ പണ്ടാരങ്ങൾ വന്ന് പിടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി. 2.5 മാസമാണ് ഞാൻ അവിടെ കിടന്നത്. എന്നിട്ട് ഒരുത്തം പോലും ഒരു ഈശ്വരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ല, എന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ല. അത് ശരി. പിന്നെ ഈ വേഷത്തിൽ പോയി പാറമടയിൽ പോയി കല്ല് ചുമന്ന് എന്നാ ചൂടാണ് അവിടെ പോയി സാധനമൊക്കെ ചുമന്നിട്ട് പെങ്ങളെ കല്യാണമൊക്കെ കൊടുത്ത് അടിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ മാനസാന്തരം വന്നൊരു സ്വാമിയാണ്. അപ്പൊ ഏതായാലും സ്വാമി സ്വാമിയല്ല, ഞാനിപ്പോ ആസാമിയാണ്. അതെ, നമ്മളിപ്പോ നിരീശ്വരവാദത്തിലേക്ക് വന്നപ്പോ ആസാമിയായി. അപ്പൊ ഏതായാലും നിരീശ്വരവാദത്തെ കുറിച്ചൊരു പ്രഭാഷണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട്. ഭക്തജനങ്ങളെ, അല്ല ചത്ത ജനങ്ങളെ, നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല. സത്യത്തിൽ ഈശ്വരൻ ഇല്ല. ചില കവികൾ പറയുന്നുണ്ട് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയെന്ന്.
അതും രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഈശ്വരൻ വിരുന്നിന് പോകും. അത് എത്ര വൃത്തികെട്ട പരിപാടിയായി പോയി. നീ ഒരു കല്യാണത്തിന് വീടിന്റെ തൊട്ടപ്പുറത്ത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നീ പോകുമോ? ഞാൻ എന്റെ പട്ടി പോകും. അത് തന്നെ പറയണം. അപ്പൊ പിന്നെ ഈ ഇത്ര തരംതാന്ന പണിയായി പോലെ ഈശ്വരൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോടാ, മറന്നു പോയടാ സമയത്ത്. ഈശ്വരൻ തൂണിലും തുരുമ്പിലും മറ്റേ മനസ്സിലായി, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുന്നു. നമുക്കൊരു സ്റ്റൂളിൽ ഇരിക്കാൻ ഭയങ്കര പാടാ. എപ്പോഴാണ് മറ്റേ മുള്ളലിരിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ തൂണേല് തൂട് പൊളന്നിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സിമെന്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് കളയാം. ആളെ കണ്ടാൽ അതെ, തൂണേൽ എങ്ങനെ ഇരിക്കും? പിന്നെ തുരുമ്പിലിരിക്കും എന്ന് പറയാം. പിന്നെ നമ്മളൊരു ഇത്തിരി പൊടി ഉണ്ടെങ്കിൽ കസേരല്ല തുടച്ചിട്ടാ ഇരിക്കുന്നത്. അതിന്റെ മുകളിൽ കയറി ഇരിക്കുവോ? ആക്രി കച്ചവടക്കാരനെ വൃത്തിയില്ലാത്ത ആളാണോ ഈശ്വരൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഈശ്വരന്മാരെ വിശ്വസിക്കുന്നതിൽ യാതൊരു കഴമ്പില്ല. കാരണം ഇങ്ങനെ ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആള് ഈ പൊടിയുള്ളിടത്തും തുരുമ്പുള്ളിടത്തും കല്ലിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് ധ്യാനിക്കേണ്ട കാര്യമുണ്ട്. അതാണ് പറയുന്നത്. നമ്മുടെ മറ്റേ ആ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കമ്മിറ്റിയിലെ ഖജാൻജിയാണ്. അപ്പൊ കുറെ നാളായിട്ട് ഈ നമ്മുടെ ഈ 1-ാം വാർഷികം വെച്ചിട്ട് അതിന്റെ ഒരു കാര്യത്തിന് പോലും ഇറങ്ങി വരാത്ത ആളാണ്. ഉപ്പിലിണ്ട ദിവസം എന്റെ ഭഗവാനെ, നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലേ? ഭഗവാനാ ഭഗവാനാ? അതെ, ഞാൻ വൈകിയത് മനഃപൂർവ്വമല്ല സുഹൃത്തുക്കളെ. നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ നമ്മളൊരു 1-ാം വാർഷികമൊക്കെ ആഘോഷിക്കാനില്ല. നമ്മുടെ ഈ സംഘടനയുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ ചോറ്റാനിക്കരെ 10 ദിവസം വ്രതം എടുക്കാൻ പോയതാണ്. ചോറ്റാനിക്കരയിൽ വ്രതം എടുക്കാൻ പോയേക്കുന്നത് നമ്മുടെ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനത്തിന് നമ്മുടെ ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി ചോറ്റാനിക്കരയിൽ വ്രതം എടുത്ത് അവന് ഏലസും കെട്ടിയാ വന്നേക്കുന്നത്. നമ്മൾ നിരീശ്വരവാദികൾ ഏലസ് കെട്ടാൻ പാടില്ല. കെട്ടാൻ പാടില്ല. ഇതൊക്കെ ഈശ്വരവാദികളുടെ സിമ്പൽ അല്ലേ? എന്നോടാ പറഞ്ഞത് അഴിച്ചു കളയാനായിട്ട്. സ്വാമിയുടെ കയ്യിൽ എന്താണ്? പൊങ്ങിപ്പോയപ്പോ ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പേടിച്ച് പൂച്ച വട്ടം ചാടിയതാ. അപ്പൊ സ്വാമിയുടെ ഇടത്തെ കയ്യിലാ ഇതാ. അത് നീ കണ്ടോ? ഞാൻ മൂടി വെച്ചിരുന്നതാ. ഇവിടെ എനിക്ക് വരുന്ന വഴിക്ക് ഒരു തുള്ളപ്പനി ഉണ്ടായിരുന്നു. തുള്ളപ്പനി വന്നപ്പോ എന്റെ അടുത്ത് ജോത്സ്യം പറഞ്ഞു ഇത് ജപിച്ചു തന്നതാ, ഇത് കെട്ടിക്കോ. എന്റെ പൊന്നു സ്വാമി അറിയാലോ നമ്മുടെ രക്ഷാധികാരിനെ, ഭക്തവത്സലൻ സാറിനെ. ഏലസ് എന്നല്ല, ഇതുപോലത്തെ ഈ ഭക്തി എന്ന് പറയുന്ന സംഭവം കേട്ടു പോകരുത്. അഴിച്ചു വെക്ക. ഇതൊക്കെ മൊത്തം മൂടിക്കോട്ടെ, സംഭവമൊക്കെ മാറ്റിക്കോ. കാരണം ഈ ഭക്തവത്സലൻ സാറിവിടെ എത്തിക്കഴിഞ്ഞാലല്ല നിങ്ങളെ നിന്നും ഏലസും നിന്നും സ്വഭാവം അറിയാല. ഭക്തി എന്നല്ല, ഈശ്വരൻ എന്ന് പറയുന്ന സംഭവമേ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. അതാണ് ഭക്തവത്സലൻ. സാറേ നമസ്കാരം. നമസ്കാരം. പോയ കാര്യമൊക്കെ എന്തായി? പോയ കാര്യം ക്യൂവിൽ നിന്നാ കിട്ടിയില്ല. എവിടെ പോയ കാര്യമാണ് ഈ പറയണത്? ബിവറേജ് കുപ്പിയടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു? അതല്ല, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സംഘടനയുടെ ഉദ്ഘാടനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പല രാഷ്ട്രീയക്കാരെ പോയി കാണുകയുണ്ടായി. ഈശ്വര വിശ്വാസികളായ രാഷ്ട്രീയക്കാർ അവർ പറഞ്ഞു നമ്മളുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ന്. അതുപോലെ തന്നെ ഞാൻ സിനിമാ താരങ്ങളെ പോയി കാണുകയുണ്ടായി. അവരും ഇതുപോലെ തന്നെ പറഞ്ഞു നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്കും കഴിയില്ല. ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ.